ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാനിന്നത് വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഫേസ് പാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. അപ്പം കറക്റ്റായിട്ട് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മുടെ മുഖം ഒന്ന് നമുക്ക് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. മിൽക്ക് ഒരു കോട്ടണിൽ മുക്കിയിട്ട് നമ്മുടെ മുഖം ഫുള്ളായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മുഖം നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായി നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഫേസ് പാക്കിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത്, പിന്നെ മുൾട്ടാണി മിൽട്ടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഞാൻ ഓൾറെഡി ഇതെല്ലാം കൂടി എടുത്ത് മിക്സാക്കി ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഫേസ് പാക്ക് ഇടാൻ പോവുകയാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല സമ്മർ ടൈമല്ലേ, അതായത് ഇവിടെ യു എയിലൊക്കെ ഭയങ്കര ചൂടുള്ള സമയമാണ്. നാട്ടിൽ നല്ല മഴയും തണുപ്പാണെന്ന് എനിക്കറിയാം, പക്ഷേ യു എയിലൊക്കെ നല്ല ചൂടാണ്. അപ്പം ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടത്ത് നല്ല തണുപ്പ് കിട്ടാനായിട്ട് ഈ മുൾട്ടാണി മിൽട്ടി ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ രക്തചന്ദനവും കസ്തൂരി മഞ്ഞളൊക്കെ ആണെങ്കിൽ രക്തചന്ദനം നമ്മുടെ കണ്ണിനടിയിലെ പിന്നെ ഡാർക്ക് സർക്കിൾസും പിന്നെ ഇവിടെ ഈ ഫൈൻ ലൈൻസ് അതൊക്കെ പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ രക്തചന്ദനം നമ്മുടെ വെയിലത്ത് ഇറങ്ങി കഴിയുമ്പോൾ ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാക്ക് ഇടാം. ഞാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ അത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തത് മിൽക്കാണ് കേട്ടോ. നമുക്ക് മിൽക്ക് അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ നോർമൽ വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര ജെല്ലോ നാച്ചുറൽ അലോവേര ജെല്ല് വേണമെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന അലോവേര ജെല്ലില്ലേ, അതാണല്ലോ എടുത്താൽ മതി. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന ആ കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ എൻ്റെ കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ കോട്ടൺ പാഡോ എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എൻ്റെ പിന്നെ കൈവിരലുകൾ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ കൈവിരൽ വെച്ച് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാണ്. നമ്മുടെ പാക്ക് മുഴുവനായിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 15 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് കഴുകിക്കളയാം. നമ്മൾ കഴുകിക്കളയാൻ നേരെ വെള്ളം ഒഴിച്ച് മുഖം കഴുകിക്കളയുമല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ കൈ നനച്ചിട്ട് ചെറുതായിട്ട് നമ്മുടെ മുഖത്തും നമ്മുടെ കഴുത്തിലൊക്കെ ഡാബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആദ്യം നമ്മുടെ മുഖത്തിട്ടിരിക്കുന്ന നമ്മുടെ പാക്ക് പതുക്കെ നനച്ചതിന് ശേഷം വേണം വെള്ളമൊഴിച്ച് നമുക്ക് മൈൽഡായിട്ട് കഴുകിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ മുഖത്ത് ഈ പാക്ക് ഉണങ്ങി പിടിച്ചിരിക്കുകയല്ലേ, അപ്പം നമ്മൾ ഈ ഉണങ്ങിയ പാക്കിലേക്ക് മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തുടച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ കൈ നനച്ച കൈ കൊണ്ട് ഡാബ് ചെയ്ത് കൊടുത്ത് പാക്ക് അത് നനച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ മൈൽഡായിട്ട് കഴുകിയെടുക്കാനായിട്ട്. നമ്മളങ്ങനെ ഫേസൊക്കെ നല്ല നീറ്റായിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ ഒരു ടവൽ എടുത്തിട്ട് മെല്ലെ ഒപ്പിക്കൊടുക്കണം. മുഖം നല്ല ഒപ്പി ഉണക്കിയെടുക്കണം. അതിനുശേഷം ഞാൻ മുഖത്ത് ഐസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഐസ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ പോഴ്സില്ലേ, നമ്മുടെ മുഖത്ത് പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടതല്ലേ, അപ്പം ആ പോഴ്സൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ട് അതുപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സ്റ്റാനൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനും നമ്മുടെ മുഖത്തിൽ അത് ഐസ് വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടും ഐസ് വെച്ച് കഴിയുമ്പോൾ. ആക്ച്വലി നമ്മൾ ഐസ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡയറക്റ്റ് സ്കിന്നിലേക്ക് വെക്കരുത്. എന്തെങ്കിലും ചെറിയ നേരിയ ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂവിലൊക്കെ പൊതിഞ്ഞതിന് ശേഷം മാത്രമേ സ്കിന്നിലേക്ക് ഐസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഡയറക്റ്റായിട്ട് സ്കിന്നിലേക്ക് ഐസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല.
നമ്മൾ മുഖത്ത് ഐസ് വെച്ച് കഴിഞ്ഞ് നമ്മുടെ മുഖം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മറക്കാതെ എന്തായാലും നിങ്ങൾ ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.